ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. നമ്മളെന്നും കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എന്നും എൻ്റെ ഈ യാത്ര തുടങ്ങിയത് ആ ഒരു വേർഡ് പറഞ്ഞുകൊണ്ടായിരുന്നു. എൻ്റെ ആദ്യകാലത്തെ വീഡിയോകളും എൻ്റെ ആദ്യകാലത്തെ റൈറ്റപ്പുകളെല്ലാം ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ അത് വലിയ മാറ്റം വരുത്തുകയും ചെയ്തു. ആ വാക്ക് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്തായിരിക്കാം ആ വാക്ക് ഞാൻ ഉപയോഗിച്ചതെന്ന് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യെസ് ഐ നീഡ്, യെസ് എന്ന് പറഞ്ഞവർക്ക് മാത്രം തരാം. അറിയുന്നവർ പറയല്ലേ. സാറേ ഐ നോ ദാറ്റ് എന്ന് പറയുന്നവരാണെങ്കിൽ വിടാതിരുന്നു. ഇപ്പോൾ ഞാൻ സസ്പെൻസ് കൊടുക്കട്ടെ. ആൾക്കാർ വേണ്ടവരെല്ലാവരും വരും, എല്ലാവരും കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളത് പഠിക്കുകയും വേണം, നിങ്ങളോട് പറയുകയും വേണം കേട്ടോ. നിങ്ങളത് കൃത്യമായി പറയും വേണം, പാലിക്കും. ഇന്നലത്തെ ഒരു പ്രതിജ്ഞ ആരും മറന്നിട്ടില്ലല്ലോ, അതുപോലെ ഒരു സാധനം. എൻ്റെ ഒരു പുസ്തകം കൂടി ആ പേരിലുണ്ട്. എന്ന് ഞാൻ പറയണോ വാക്ക്? ഇത് ചെറിയ ഇൻഫ്ലുവൻസ് അല്ല നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത്, വലിയ ഇൻഫ്ലുവൻസ് ആണ് വരുത്തുന്നത്. എത്ര പേർക്ക് ഇത് വേണം? എത്ര പേർക്ക് ഇത് ഉണ്ട്? ഞാൻ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു. എനിക്ക് ഒരുപാട് കളിയാക്കലൊക്കെ കേട്ട ക്യാപ്ഷൻ കേട്ടോ, എന്നാലും ഭയങ്കര ആസ്വദിച്ചതാണ് ഞാൻ ആ കളിയാക്കലിനൊക്കെ. അപ്പൊ ആ പദം ഇങ്ങനെയാണ്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയായിരുന്നു: ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതെന്റെ ടാഗ്ലൈനായി മാറിയ ഒരു വാക്കാണ്. എന്തിനാന്ന് വെച്ചാൽ എനിക്കത് മാറ്റിയെടുക്കണം, എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനത്തെ ഞാൻ സ്ഥിരമായി പറഞ്ഞു. 1680 ദിവസം, ഒരു ദിവസം പോലും ഇടതടയില്ലാതെ ഞാൻ പറഞ്ഞു. 1680 ദിവസം, ഒരു ദിവസം പോലും ഇടവില്ലാതെ ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ ഞാൻ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എഴുതിയതാണ്. അധികം വീഡിയോസ് ആയിട്ടുണ്ട്, ചെറിയ ചെറിയ വാട്സപ്പിലൊക്കെയുള്ള ക്ലിപ്പുകളായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നാൽ അതിനുശേഷം നിങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിത് ഇതേപോലെ ഇരിക്കും. ഒരു മരണം തൊട്ട് മുമ്പിൽ കണ്ടാൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? പറ്റണം. അവിടെയാണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇന്ന് പറയാൻ പോകുന്ന പ്രധാന കാര്യം. മരണം യാഥാർത്ഥ്യമാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ, പക്ഷെ അതാരും അംഗീകരിക്കുകയുമില്ല. അതുപോലെ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ ലോകത്ത് നമ്മൾ അംഗീകരിക്കാത്തത്. പക്ഷെ നമ്മൾ അംഗീകരിക്കില്ല എന്ന് കരുതി അതില്ല എന്നതിനർത്ഥമില്ല, അല്ലേ? ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള എന്ന് പറയുമ്പോൾ അവരത് തന്നെ അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്കത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ജീവിതത്തിൽ ഈ സാധനം വരിക? ഈ സാധനം വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഈ നെഗറ്റീവ് ആൾക്കാരുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തിരുന്നു. അതിൻ്റെ ചെറിയ റീൽസുകൾ ഇപ്പം നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതൊക്കെ ഒന്ന് നോക്കി നോക്കണേ. ഇതൊക്കെ ഉണ്ടോ എനിക്ക്, ഇതൊക്കെ മാറ്റം വരുത്തണമെന്നൊക്കെ നോക്കണം കേട്ടോ. അപ്പോഴേ ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും ആണ് എനിക്ക് എന്ന് സെൽഫായിട്ട് നമുക്ക് മുന്നോട്ടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാവുക? ഉച്ചയ്ക്ക് ചോറ് കഴിക്കണമെങ്കിൽ എന്തുണ്ടാക്കണം? നമ്മുടെ കയ്യിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ചോറ് കഴിക്കും. ഉച്ചക്കത്തെ ചോറ് വിശക്കുന്നുണ്ടെങ്കിൽ അന്നേരം ആലോചിച്ചാൽ അത് കിട്ടുമോ? ഞാനിവിടെ കൂടുതൽ സഹോദരിമാരായതുകൊണ്ടാണ് ഈ ചോറിനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടോ. മറ്റുള്ള ആണുങ്ങൾ അതിനെപ്പറ്റി വലിയ ചിന്തിക്കൊന്നുമില്ല. ചോദിക്കും കിട്ടണം. പറ്റുമോ? അന്നേരം പറ്റുമോ? കുറച്ച് മുന്നേ അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം. എനിക്ക് ഇപ്പോൾ സാറേ ശുഭാപ്തി വിശ്വാസം വേണം സാറേ, മുഴുവൻ ടെൻഷനാണ് ജീവിതത്തിൽ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു തരാമെന്ന് വെച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഒരു റെമഡിയും ഇല്ല. സ്ലോലി നമ്മുടെ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിൽ കിടക്കാം. ഇത് നിങ്ങൾക്ക് തോന്നി ഇതൊക്കെ ഒരു ശരിയായ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്കൊന്ന് അതൊന്ന് കറക്റ്റ് ചെയ്ത് പോയാലോ? വാട്ട് ഐ സെഡ്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു ഓർ നോട്ട്? Anybody have the acceptance? It's good for. Yes. അപ്പോൾ നമുക്ക് അതൊരു ഇന്നത്തെ ഒരു ടേക്ക് ദ പോയിന്റുമായിട്ട് പോകാം. എല്ലാവരും പുസ്തകത്തിൽ എഴുതി വെക്കൂ, എന്നിട്ടൊന്ന് സ്വയം പറയൂ. അൺമ്യൂട്ട് ചെയ്യണ്ട, നിങ്ങൾ സംസാരിക്കണ്ട, ടൈപ്പ് ചെയ്താൽ മതി. ഈ വാക്കൊന്ന് എഴുതി വെച്ചോളൂ. ഞാൻ ഒരു സസ്പെൻസ് നിങ്ങൾക്ക് ലാസ്റ്റ് തരുന്നുണ്ട്. ലാസ്റ്റ് വരെ നിൽക്കുന്നവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സസ്പെൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. എഴുതിക്കോളൂ. ഞാൻ ഇന്ന് നിങ്ങളുടെ പേര്, ഞാൻ ദിനേശ് മുങ്ങത്ത് 23/8/2024 മുതൽ, എഴുതിക്കൊള്ളൂട്ടോ, എഴുതാത്ത ആൾക്കാർ ഞാൻ നോക്കുവേ. ഞാൻ ദിനേശ് മുങ്ങത്ത് 23/8/2024 മുതൽ എന്നും എപ്പോഴും
ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി മാത്രമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതയാത്ര ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും പുലർത്തുമെന്ന് എഴുതിയാൽ കുഴപ്പമില്ല. ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ഞാൻ പേര് 23/8/2024 മുതൽ എന്നും ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി മാത്രമേ ജീവിതത്തെ കാണുകയുള്ളൂ എന്ന് എഴുതിക്കുക. എങ്ങനെ എഴുതിയാലും അർത്ഥം ഒന്ന് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? എല്ലാം സെറ്റ് അല്ലേ? എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ? സെറ്റ്. അപ്പൊ ഇതിന് മാറ്റം ഉണ്ടാവില്ല. ഇന്നലെ ഒരു പ്രതിജ്ഞ, ഇന്നൊരു പ്രതിജ്ഞ. ഇങ്ങനെയാണ് ലൈഫിനെ നമ്മൾ പതുക്കെ പതുക്കെ മാറ്റുക. ഇന്ന് എഴുന്നേറ്റ് നാളേക്ക് ലൈഫ് മാറ്റണം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതിനെ ഇപ്പൊ എടുത്തിട്ട് പുറത്തോട്ടൊന്ന് കളഞ്ഞിട്ട് വരിക. അങ്ങനെ ലൈഫ് മാറ്റാൻ പറ്റില്ല. 35-40 വർഷങ്ങളായി നിങ്ങൾ കൊണ്ട് നടക്കുന്ന കുറേ സാധനങ്ങൾ ഈ സമൂഹം നിങ്ങൾക്ക് നൽകിയ, നിങ്ങളായി എടുത്തു കൊണ്ടുവന്ന കുറേ അരുതായ്മകൾ ഒക്കെ ഉള്ള ഈ സമൂഹത്തിൽ നമ്മൾ മാറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും സമൂഹം നടത്തുന്ന ഇൻഫ്ലുവൻസുകളുള്ള ഈ സമൂഹത്തിൽ എല്ലാവരും മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറാനില്ലല്ലോ. ആണോ? എല്ലാവരും മാറിയാൽ നമുക്ക് മാറാനില്ല, ഓട്ടോമാറ്റിക് സംഭവിക്കാം. അങ്ങനെ എല്ലാവരും മാറില്ലല്ലോ. അപ്പൊ നമുക്ക് മാത്രമാണ് മാറേണ്ടത്. അങ്ങനെ ഇല്ല ഈ സമൂഹത്തിൽ. നമ്മൾ തന്നെയാണ് ഈ കാര്യത്തിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ മാത്രം. ഞാൻ എപ്പോഴും പറയുന്നു നിങ്ങളോട്, വലിയ സ്റ്റെപ്പുകൾ പ്രതീക്ഷിക്കരുത്. വലിയ സ്റ്റെപ്പുകളെ പറ്റി നിങ്ങൾ ആഗ്രഹിക്കില്ലെന്ന് അതിനതിൻ്റെതായ സമയമുണ്ട്. കാരണം ഇതിൻ്റെ സയൻറ്റിഫിക് വശം കൂടി നിങ്ങൾ അറിയുമ്പോൾ മാത്രമേ എങ്ങനെയാണ് ഒരു ബിഹേവിയർ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരു ക്യാരക്ടർ ഉണ്ടാകുന്നത് എന്ന് ശരിക്കും ഫണ്ടമെൻ്റൽ അറിഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ പ്രോസസ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളേക്ക് നടക്കുന്ന ഒരു മന്ത്രവാദവും ഈ ലോകത്തില്ല. അല്ലേ? പേടിയുണ്ട്, ഭയങ്കര പേടിയാണ് ഒരാൾക്ക്. എന്നാൽ പിന്നെ ഒരു കുരുക്കളെ കൊണ്ടുവന്നിട്ട് മന്ത്രിച്ച് ചരട് കെട്ടാം എന്ന് പറഞ്ഞിട്ട് ആ കുരുക്കൾ കെട്ടുന്ന ചരടിലെ ഭയം പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ഈ ലോകത്ത്. അങ്ങനെ പറ്റി ചിന്തിക്കുകയും ചെയ്തു. അത് വെറും ഒരു വിശ്വാസമാണ്. നിങ്ങളുടെ വിശ്വാസം അതിൽ ദൃഢമാണെങ്കിൽ അതും സംഭവിക്കും. വിശ്വാസം ദൃഢമാണെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ഭയം പോകും. ഇതെല്ലാം കണക്റ്റഡ് ടു യുവർ ബിലീഫ് സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് connected to your brain, connected to your neurons, connected to your brain functions. Right? എല്ലാവർക്കും ക്ലിയർ ആയ സാധനം? എന്നാ പിന്നെ താങ്ക് യു എന്ന് പറഞ്ഞോളൂ. താങ്ക് യു പറയാൻ മടിക്കണ്ട അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് ഇന്ന് കിട്ടിയ വലിയൊരു ഇൻഫർമേഷൻ ആണെന്ന് കരുതുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞോളൂ. ഇപ്പോൾ താങ്ക് യു എഴുതിക്കോളൂ. താഴെ തന്നെ താങ്ക് യു എഴുതിക്കോളൂ. ഇത് ഞാൻ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞു ഒന്നല്ല കേട്ടോ. വന്നപ്പോൾ ഇങ്ങനെ തോന്നി അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് പെട്ടെന്ന് പോകാം. ഇന്നലെ കുറേ സമയം പറഞ്ഞുകൊണ്ട് ഇന്ന് അത്രയും സമയം പറയുന്നില്ല, പെട്ടെന്ന് തീർക്കാം. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? നമ്മുടെ സബ്ജക്റ്റ് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. പണത്തിൻ്റെ മനഃശാസ്ത്രം, മണി സൈക്കോളജി. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞിരുന്നു. അത് വേറെ ഒരു കാര്യമാണ്. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ഇന്ന് പറയാൻ പോകുന്ന കാര്യം 2 കാര്യങ്ങളെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. വളരെ ഫണ്ടമെൻ്റലായിട്ട് നമ്മളിൽ മാറ്റപ്പെടുത്തേണ്ട, നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു 2 കാര്യങ്ങളെ പറ്റിയാണ്. ഒന്ന് നമ്മളിൽ ഉണ്ട്, ഒന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ഞാൻ ഇത് എങ്ങനെയാണ് കാണുന്നതെന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സൈക്കോളജി ഓഫ് മണി അല്ലെങ്കിൽ മണിയുടെ ഒരു ശാസ്ത്രം എന്താണ്? എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടല്ലോ? എവരിബഡി, എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? യെസ് ഓർ നോ? ടൈപ്പ് ചെയ്യണേ. ടൈപ്പ് ചെയ്യാത്തവർ കുഴപ്പമില്ല. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓക്കെ, ഫൈൻ, താങ്ക് യു. ഞാൻ പറയാൻ പോകുന്ന കാര്യം, എത്ര പേർക്ക് മണിയെ പറ്റി പറയുമ്പോൾ ഇപ്പോഴും എവിടെന്നോ ഒരു കാളൽ വരുന്നുണ്ട്, എവിടെന്നോ ഒരു ഭയം വരുന്നുണ്ട്? താങ്ക് യു സതീഷ്. എത്ര പേർക്ക് മണിയെ പറ്റി പറയുമ്പോൾ എവിടെന്നോ ഒരു ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് എൻ്റെ ഫീലിങ്സ് എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എവിടെന്നോ ഒരു കാളൽ വരുന്നുണ്ട്. എത്ര പേർക്ക് അതുണ്ട്? ഇതിന്
നിങ്ങൾ എത്ര പേർക്കുണ്ട് നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി, ഞാൻ നിങ്ങളുടെ സമയം എടുക്കുന്നില്ല. ഇതിന് പറയുന്ന പേരാണ് ഇമോഷണൽ എന്ന് പറയുന്ന, മണി ഇമോഷണൽ കണക്ടിവിറ്റി എന്ന് പറയുന്ന പേര്. ഇതാണ് ഇന്ന് പറയാൻ പോകുന്ന പ്രധാനമായ കാര്യം. മണീസ് ഇമോഷണൽ കണക്ടിവിറ്റി. മണിയും നിങ്ങളും തമ്മിൽ, എന്തുകൊണ്ടാണ് ഈ മണിയെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ, മണി അതിന്റെ ബേസ് ആയതുകൊണ്ടാട്ടോ, ജീവിതത്തിന്റെ വളരെ പ്രധാനമായ ഒരു ബേസ് ആണ് മണി. ആയതുകൊണ്ടാണ് മണിയെ പറ്റി ഇങ്ങനെ പറയുന്നത്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ മണിയല്ല പറയുന്നു കേട്ടോ, നമ്മൾ അടുത്തൊരു ബേസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ മണി നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഏത് ബേസിലാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്? മണിയെ പറ്റി പറയുമ്പോൾ ഹാപ്പിനെസ് ആണ് വരുന്നതെങ്കിൽ, സന്തോഷമാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? മണി നിങ്ങൾക്ക് തരുന്നത് എന്തായിരിക്കും? ടൈപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് മണിയെ പറ്റി പറയുമ്പോൾ ആദ്യം ഫീൽ ചെയ്യുന്നു, ഭയങ്കര ചിരി വരുന്നു, സന്തോഷം വരുന്നു, ഇതുപോലെ എന്നെ പോലെ ഇരുന്ന് നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ പറ്റുന്നു, ആഹാ, ആ ഒരു ഫീലിങ്സ് വരുന്നുണ്ടെങ്കിൽ തരുന്നത് എന്തായിരിക്കും? കറക്റ്റ്, ഹാപ്പിനെസ് മാത്രമായിരിക്കും, അല്ലെ? യാതൊരു തർക്കമില്ല. അങ്ങനെയെങ്കിൽ മണിയെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഫിയർ ആണ്, ഭയമാണ് വരുന്നതെങ്കിൽ ഫലം എന്തായിരിക്കും? സ്വാഭാവികമായും നമുക്കത് കിട്ടില്ല, അറ്റാച്ച് ചെയ്യില്ല. ഇതിനാണ് പറയുന്നത് മണിയുടെ മണിയുടെ ഇമോഷണൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനമാണ്. ഇന്നലെ ഞാൻ ഇതിന്റെ വേറൊരു രൂപം നിങ്ങളോട് പറഞ്ഞു. മണിയുമായിട്ട് വരുന്ന കണക്ടിവിറ്റിയുടെ മറ്റൊരു വശം ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. എവിടെയാണ് ശരീരത്തിൽ ഇത് മാറ്റം വരുന്നതെന്ന് പറഞ്ഞു, ശരീരത്തിൽ എങ്ങനെയാണ് മാറ്റപ്പെടുന്നത്. പക്ഷെ ഇന്നലെ അത് പറഞ്ഞപ്പോൾ പൂർണ്ണമായില്ല, സമയം കുറച്ചും കൂടി എടുത്തു. കാരണം ഈ ചക്രാസിന് തൊട്ട വലിയ സമയമാണ്, അത് വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇമോഷണൽ കണക്ടിവിറ്റി എന്ന് പറയുന്ന സാധനത്തെ മാറ്റാത്തിടത്തോളം കാലം നമുക്ക് അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. എങ്ങനെയാണ് ഇമോഷണൽ കണക്ടിവിറ്റി മാറ്റുന്നത്? ഇതിനാണ് ഞാൻ വളരെ ഇത് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞതിന് ശേഷമാണ് ഞാനും അതിനെപ്പറ്റി ആലോചിച്ചിട്ടുള്ളത്. പണ്ടും എനിക്കും ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര വിഷയമായിരുന്നു ഈ സാധനം. എനിക്ക് മണിയെപ്പറ്റി, എനിക്ക് മണിയൊക്കെ വരും, പക്ഷെ എനിക്ക് എപ്പോഴും പേടിയാണ്. എന്താന്ന് പേടി എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യമായിട്ട് ഇങ്ങോട്ട് ഓപ്പണായിട്ട് പറയാം, എൻ്റെ പേടി എന്തായിരുന്നു? ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന് അറിയാമല്ലോ, എൻ്റെ മേഖല ബിസിനസ്സാണ്. എനിക്ക് എന്നും പേടി എന്താണെന്നറിയോ? നമ്മൾ സാധനം കസ്റ്റമർക്ക് കൊടുക്കും, മറ്റു സ്ഥലത്ത് വാങ്ങിക്കും, ഇതാണല്ലോ ബിസിനസ് ചെയ്യുന്ന കാര്യം. ഞാൻ എപ്പോഴും പേടിക്കുന്നത് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനെ ഓർത്ത് ഞാൻ ടെൻഷൻ അടിക്കും. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും അയാൾക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ 2, 4, 5 മാസം കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കേണ്ടത്. ഈ സാധനം കൊടുത്തെടുത്ത് എനിക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഈ കൊടുക്കേണ്ടതിനെ ഓർത്തിട്ട് അല്ലാത്ത ടെൻഷൻ ആവുകയും ചെയ്യും. അവരോടെല്ലാം കാണുമ്പോഴൊക്കെ പറയും, തരാട്ടോ, സമയമായിട്ടില്ല കേട്ടോ, തരാട്ടോ, നിങ്ങൾ ശരിയാവും. ഇങ്ങനെ പറഞ്ഞ് സാധനം മേടിക്കാൻ ഒരു ഓർഡർ വരുമ്പോൾ എനിക്ക് ആളലാണ്, അകത്തുനിന്ന് ആളും സാധനം മേടിക്കണം, അവർക്ക് കൊടുക്കണം. പക്ഷെ ഈ പൈസ ഞാനിങ്ങനെ കൊടുക്കും, എങ്ങനെയാണ് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കുക? ഇങ്ങനെയുള്ള ആൾ, അതായത് ഈ ഞാനിപ്പോൾ 1 ലക്ഷം ദിറംസിന്റെ സാധനം മേടിച്ചിട്ട് ചിലപ്പോൾ 1.5 ലക്ഷം ദിറംസിനായിരിക്കും കൊടുക്കുക. ചിലപ്പോൾ കൊടുത്തിട്ട് 2, 3 അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പൈസ എനിക്ക് കിട്ടുമായിരിക്കും, എന്നിട്ട് അയാൾക്ക് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ ആലോചിക്കും, എങ്ങനെ അയാൾക്ക് ഞാൻ കൊടുക്കുക? പറ്റിയില്ലെങ്കിലോ, എൻ്റെ ചെക്ക് പാസ്സായില്ലെങ്കിലോ, ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഇങ്ങനെ ആലോചിച്ച് എത്രയോ വർഷങ്ങൾ ഞാൻ കടന്നു. പക്ഷെ ഈ പ്രോസസ്സിലൂടെ കടന്നു വന്നപ്പോൾ ഞാൻ അതിനുശേഷം ഒരു പ്രോസസ്സ് അതിനെ ചാടിക്കടന്നതിന് ശേഷം ഇപ്പൊ സത്യസന്ധമായി പറയുന്നു, പ്രപഞ്ച സത്യങ്ങളോടുകൂടി പറയുന്നു, എല്ലാം ദൈവത്തിന്റെ കാരുണ്യത്തിനോടുകൂടി പറയുന്നു, ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് മാത്രമല്ല, നമുക്ക് എപ്പോഴാണോ പൈസയുടെ ആവശ്യമുള്ളത് ആ ദിവസം നമുക്ക് ആ സമയത്ത് പൈസ നമ്മുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കും. അത് എവിടെ നിന്നാണ് എന്താണെന്നും ഒന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നത്തെ ഒരു ഉദാഹരണം പറയാം. ഇന്നലെ അത്യാവശ്യമായിട്ട് പൈസ വേണ്ടി വന്നു, എൻ്റെ ബാങ്കുകളുടെ മുഴുവൻ തീർന്നു. കൊടുത്ത പൈസയാണ്, എല്ലാം കൊടുത്തു, കഴിഞ്ഞു അവിടെയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇന്ന് 2 സാധനത്തിൻ്റെ ഓർഡർ വന്നു, കാശ് വേണം, കാശ് കൊടുത്ത് വാങ്ങിച്ച് കൊടുക്കേണ്ട സാധനമാണ്. രാവിലെ ക്ലാസ് കഴിഞ്ഞ് പോയി ഓഫീസിൽ എത്തുമ്പോഴേക്കും കറക്റ്റ് ഓർഡർ വന്ന് നിൽക്കുന്നുണ്ട്. സാറേ, അവർ ചോദിക്കും, സാറേ എങ്ങനെ മേടിക്കും?
ഇതിപ്പോൾ അവിടെ ക്യാഷ് കൊടുത്ത് മേടിച്ച് കൊടുത്താൽ മറ്റന്നാളേക്ക് 2 ദിവസം അതായത് ലീവ് കഴിയുമ്പോൾ കിട്ടുന്ന പൈസയാണ്. എങ്ങനെ കൊടുക്കും? ഇല്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് കഴിയട്ടെ നോക്കാം, നമുക്ക് ഇന്ന് ഫ്രൈഡേ ആണ്. ഒരു എക്സ്പെക്റ്റേഷൻ പോലും വെച്ചില്ല. ഞാനിവിടെ കൂളായിരുന്നു, സന്തോഷത്തോടെ ഇരുന്നു. 11 മണിയാകുമ്പോൾ 3 ട്രാൻസ്ഫർ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് 3 കസ്റ്റമേഴ്സ് എനിക്ക് പേയ്മെന്റ് അയച്ചിരുന്നു, ചോദിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾ വരാനുണ്ട്, എക്സ്പെക്റ്റേഷനാണ്, അത് നമ്മൾ പ്ലാൻ പൈപ്പ് ലൈനിൽ ഉണ്ടാവും. എനിക്ക് വേണ്ടതിൻ്റെ, സത്യമായിട്ടും പറയാം, ഇപ്പോൾ ബാലൻസ് എടുക്കാം, എനിക്ക് വേണ്ടതിൻ്റെ നേരെ ഡബിൾ ആണ് എമൗണ്ട് വന്നത്. അത് മാത്രമല്ല സർപ്രൈസ്, ഈ കസ്റ്റമർക്ക് കൊടുക്കാൻ മേടിക്കാന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ആ കസ്റ്റമർ രാവിലെ 12 ഇവിടുത്തെ 11:30-12 മണിക്ക് വിളിച്ച് പറയാണ്, അതിൻ്റെ പർച്ചേസർ വിളിച്ച് പറയാണ്, സാറേ അക്കൗണ്ടന്റ് നാളെ നാട്ടിൽ പോവാണ്, അതുകൊണ്ട് പെട്ടെന്നൊന്ന് ബില്ല് അയച്ച് ആ പേയ്മെന്റ് ഇപ്പോൾ ചെയ്തിട്ട് പുള്ളി പോവാന്ന് പറയണം. നിങ്ങൾക്ക് തരാനുള്ള പേയ്മെന്റ് മുൻകൂട്ടി നിങ്ങൾ പിന്നെ ചെയ്താൽ മതി, പക്ഷേ അക്കൗണ്ടന്റ് നാളെ നാട്ടിൽ നിന്ന് പോവാണ്, അതുകൊണ്ട് നാളെ ലീവാണ്, അതിന് 10 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് അയച്ചോളാൻ പറഞ്ഞിട്ട് അയാൾ എന്ന് പറഞ്ഞ് പെർഫോം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻവോയ്സ് ഇങ്ങോട്ട് അയച്ചോ, സാധനം ഡെലിവറി ഞാൻ കിട്ടി എന്ന് പറഞ്ഞോളാന്ന്. ഞാൻ അപ്പം തന്നെ ഇൻവോയ്സ് അയച്ചു കൊടുത്തു. 1:30 മണിയാകുമ്പോൾ ആ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ വന്ന് ഇന്ന് സ്വസ്ഥം. ഇനി ഇതില്ല. ഇത് സംഭവിക്കുന്നത് എങ്ങനെ? ഇതാണ് മണിയുടെ ഇമോഷണൽ കണക്ടിവിറ്റി. ഞാൻ ഫിയറാണ് ഇവിടെ ചെയ്തതെങ്കിൽ ഇന്നെല്ലാം പോവായിരുന്നു. എനിക്ക് സന്തോഷവും ചിരിയും ആസ്വദിയും ഇങ്ങനെ വന്നതുകൊണ്ട് വളരെ സൂപ്പറായിരുന്നു. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. ഇത് ചെയ്ത് ഈ പ്രോസസ്സിലൂടെ കടന്നു പോയത് കൊണ്ടാണ് അത്ര റിസൾട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളും മൾട്ടി മില്യൺസ് ബിസിനസ് ഒക്കെ ചെയ്യാതൊക്കെ ചിലപ്പോൾ ചെയ്യാമായിരിക്കും, പക്ഷെ അത് എൻ്റെ സോളുമായി കണക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ സാധ്യമാവൂ. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്, എല്ലാ തരത്തിലും ഹാപ്പിയാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇമോഷണൽ കണക്ട്. ഇതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഞാൻ പറഞ്ഞത് ഇതിനെ ട്യൂൺ ചെയ്യണം, നമ്മൾ ഇതിനൊരു ഫൈൻ ട്യൂണിങ് ചെയ്ത് കൊടുക്കണം. ഈ ഫൈൻ ട്യൂൺ ചെയ്താൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. അതിനാണ് നമ്മൾ ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിലൂടെ ചെയ്യുന്നത്. അത് ഫൈൻ ട്യൂൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. മണി മാനിഫെസ്റ്റേഷൻ ഒക്കെ നമ്മൾ വേറെ രീതിയിൽ സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. ഇത് നടക്കാതെ ഈ ബ്ലോക്കേജിൽ വന്ന് നിൽക്കുന്നത് ഞാൻ അനുഭവിച്ചതാണ്. ഈ ബ്ലോക്കേജ് ഇരുന്ന് അനുഭവിച്ചതാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫും ഒക്കെ ഞങ്ങൾ ഇതേ പാതയിലൂടെയാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും അനുഭവിച്ചതാണ്. ഞങ്ങളൊന്ന് ഫൈൻ ട്യൂൺ ചെയ്തു വെച്ചു, സെൽഫായിട്ട് ഫൈൻ ട്യൂൺ ചെയ്തു. ഇപ്പോൾ സംഭവിക്കുന്നതൊക്കെ ഇപ്പം നിങ്ങൾ ഓരോ ആളും എന്നോട് നമ്മുടെ ഓഫീസിൽ വിളിച്ചിട്ട് കോഴ്സിന് ജോയിൻ ചെയ്യണം എന്ന് നിങ്ങൾ സംസാരിക്കുന്ന വൈബ്രേഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ നിശ്ചിതമായിട്ട് ഇവിടുന്ന് ഒരാൾ പറഞ്ഞു, സാർ എനിക്ക് കോഴ്സിന് ചേരണം, പക്ഷേ എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ നേരിട്ട് ഒന്ന് സംസാരിക്കാം, ഒന്ന് അനലൈസ് ചെയ്തു, അയാളുടെ പൈസയെ പറ്റി ഒന്ന് അനലൈസ് ചെയ്തു. പുള്ളി നല്ല ധൈര്യമുള്ളൊരു മനുഷ്യനാണ്, നല്ലൊരു സോളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ 2 ദിവസം കൊണ്ട് കോഴ്സിൽ ചേർന്നിരിക്കും, പൈസ എവിടുന്ന് വരും നിങ്ങൾ ആലോചിക്കേണ്ട, വന്നിരിക്കും, നിങ്ങൾ കോഴ്സിൽ ചേർന്നിരിക്കും. ഇന്ന് ആ മനുഷ്യൻ മുഴുവൻ എമൗണ്ടും ഒറ്റ പേയ്മെൻറ്റ് തന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ വെറുതെ ഈ കാര്യം എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞതേ ഉള്ളൂ, ഫ്രണ്ട് എനിക്ക് കാശ് എടുത്തു തന്നു, നീ പോയിട്ട് ചെയ്തിട്ട് വാ, പൈസ പിന്നെ നമുക്ക്, എൻ്റെ പൈസ ഇരിപ്പുണ്ടല്ലോ ഇപ്പോൾ. അതിന് ഫുൾ എമൗണ്ട് ഒറ്റ പേയ്മെൻറ്റ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പതുക്കെ ചെയ്താൽ ഒറ്റ പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇത് അത്രയും വർക്ക്ഫുൾ ആണ് സാറേ, എനിക്കിതിലോട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, സാർ പറഞ്ഞ വാക്കിനനുസരിച്ച്. ഞാൻ അത്രയും പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് ചെയ്തത്. പുള്ളി ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഇതുപോലെ പക്ഷെ നിങ്ങളോട് സംസാരിക്കും. ഞാൻ എല്ലാവരോടും മണി മാനിഫെസ്റ്റേഷൻ വരുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ആദ്യം പറയാറുണ്ട്, നിങ്ങൾ എനിക്ക് നേരിട്ട് സംസാരിക്കണം, എന്നിട്ട് നിങ്ങൾ ചേരേണ്ടത് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാവും, എവിടെയാണ് ട്യൂൺ ചെയ്യേണ്ടത്. കിട്ടാത്ത ആൾക്കാരെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഹീൽ ആൻഡ് മാനിഫെസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഇത് നിങ്ങളോട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇമോഷനായിട്ട് കണക്ട് ചെയ്തോന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം അല്ലേ, ഒന്നാമത്തെയാണ് ഇമോഷണൽ കണക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം. അതെല്ലാം കിട്ടിയല്ലോ, ക്ലിയർ അല്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. ഗുഡ്, വെരി ഗുഡ് ലിസി ജെയ്മോൻ. ദാറ്റ് ഈസ് എ ഗുഡ്. എന്താ പറയാ, ഇതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. നിങ്ങൾക്ക് ഒരിക്കലും അത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പൈസ ഇല്ല സാറാണെങ്കിൽ നിങ്ങൾക്കല്ല ഒരാൾക്കും കയ്യിൽ പൈസ ഇല്ല. മാഡം കൂടെ മാഡം ആണോ എന്നറിയില്ല. നിങ്ങൾ ഈ ടോക്കാണെങ്കിൽ സോറി ടു സേ നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് പൈസ വേണം സാർ എന്ന് പറയും. ഇതൊരു ദിവസം നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സാധനം എല്ലാവരും കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാണ് മുമ്പത്തെ ക്ലാസ്സിൽ.
നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രമേ ചോദിക്കാവൂ. ഇല്ല എങ്കിൽ പറയുന്നത് നിങ്ങൾ ഇല്ല തന്നെ പറഞ്ഞുകൊണ്ടേ ജീവിതത്തിൽ ഇരിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ റിപ്പീറ്റഡായി പറയുന്ന സാധനമാണ്. സോറി ടു സേ ദാറ്റ്. അപ്പോൾ പറഞ്ഞു വന്നത് ഒന്നാമത്തെ ഇമോഷണൽ കണക്ടിവിറ്റി. ഇവിടെ നിങ്ങൾ പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞ ആൾക്കാർ നിങ്ങൾ പറയുന്നത് ഇമോഷണൽ പുള്ളിയായിട്ടുള്ള ബാഡ് കണക്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബാഡ് കണക്ഷനാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അത് ഉണ്ടാവും? ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ക്യാച്ച് ആയില്ല എന്നാണ് നിങ്ങളിപ്പോൾ ഈ ടൈപ്പ് ചെയ്തത് എനിക്ക് മനസ്സിലായത്. നോ പ്രോബ്ലം. എനിവേ, മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം കേട്ടോ. എല്ലാവരോടും ഉള്ളതാണ്. എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. ഇന്നലെ പറഞ്ഞാണ്, വീണ്ടും റിപ്പീറ്റ് പറയുന്നു. ഇന്നലത്തെയും വീഡിയോ വളരെ ഹിറ്റായി പോയി. എല്ലാവർക്കും നന്ദി വീണ്ടും വീണ്ടും പറയുകയാണ്. നിങ്ങൾക്ക് സ്വയം മാറണമെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സ് വിചാരിക്കുക മാത്രമേ ഉള്ളൂ. വഴികൾ തുറന്നു തരാൻ ദൈവം ഒരുപാട് വഴികൾ തുറന്നു തന്നിട്ട്, അത് ചിലപ്പോൾ ദിനേശിലൂടെ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുരുക്കന്മാരുടെ ആവാം. എന്ത് തന്നെ ആയാലും ആദ്യം തീരുമാനമെടുക്കേണ്ടത് ഇതിനകത്ത് നിന്നാണ്. ഇത് മാറാതെ ഞാൻ ഇതാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. അത് മാത്രം ആർക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നമ്മുടെ ഡെയിലി സെഷനിൽ വരുന്നവർ, വീഡിയോ കാണുന്നവരൊക്കെ ഡെയിലി സെഷനിൽ വരിക. ഡെയിലി സെഷനിൽ വരുന്നവർ വീഡിയോ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്നിട്ടൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക, ഒന്ന് ലൈക്കും ചെയ്യുക, ഒരു കമൻറ്റും ചെയ്യുക. കാരണം എങ്കിൽ മാത്രമേ യൂട്യൂബ് ഇത് മറ്റുള്ള ആൾക്കാരിൽ എത്തിച്ചു കൊടുക്കുള്ളൂ എന്ന് മറക്കാതെ ചെയ്യുക. ഓക്കെ, യെസ്, ദാറ്റ്സ് ചേഞ്ച് ഇറ്റ്. നൗ യു ചേഞ്ച് ഇറ്റ്. അങ്ങനെ ലിസി, അങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം നമ്മൾ. അതിനാണ് ഞങ്ങൾ രാവിലെ അഫ്രിമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അഫ്രിമേഷൻ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ രാവിലെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. ഐ വാണ്ട് ദിസ് എന്ന്. അതിൽ വരുന്നവർക്ക് അങ്ങനെ വരാട്ടോ. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിന് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്നവർക്ക് എല്ലാവർക്കും അതിൽ അഫ്രിമേഷൻ മെഡിറ്റേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി വരാം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം അല്ലേ. കൂടുതൽ അതിന് പറഞ്ഞിരിക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രാവിലെ ഇനിയിപ്പോൾ ഒരുപാട് വീഡിയോസ് വരും, റീൽസുകൾ വരും, ചെറിയ റീൽസുകൾ വരും. നിങ്ങൾ ചെറിയ ടിപ്പായിട്ട് ആൾക്കാർ ചോദിക്കുന്നു റീൽസായിട്ട് വേണമെന്ന് പറയുന്നു. റീൽസായിട്ട് വരും. പിന്നെ ഇതുപോലെ കുറേ റൈറ്റപ്പുകൾ വരും. 365 ഡേയ്സിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. അതും ഇതുപോലെ ഫ്രീ ആണ്. അതും തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് കേൾക്കാൻ യൂട്യൂബും ഇനി നമ്മൾ ഫേസ്ബുക്കിലും കൂടി വരുന്നുണ്ട്. ഇൻസ്റ്റയിൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. പിള്ളേരൊക്കെ ഇന്ന് മെസ്സേജ് അയച്ചു, നീ സാറേ ഇൻസ്റ്റയിലില്ലല്ലോ. ഞാൻ അത്രയും എത്തിയിട്ടില്ല, ഇൻസ്റ്റയിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. എത്തും എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലെത്താം അല്ലേ. താങ്ക് യു. രണ്ടാമത്തെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുണ്ടോ എന്ന് പറയണേ. അത് 2 പാട്ടാണ്. ഒന്നാമത്തെ പാട്ട്, മണി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ലക്ക് വേണം. ആർ യു അഗ്രി ഓർ നോട്ട്? ഭാഗ്യമുണ്ടാവണം അല്ലെ. ലക്കിന്റെ ഭാഗ്യം എന്നാണ് പറയാം. പക്ഷെ ലക്കുള്ളവർക്ക് മാത്രമല്ലേ മണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ലക്കിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ പറയുന്നു, ഈ സ്റ്റേറ്റ്മെന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. മണി, സൈക്കോളജി ഓഫ് മണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലക്ക് ആൻഡ് റിസ്ക് എന്ന് പറയുന്ന സാധനം. ലക്ക് ആൻഡ് റിസ്ക് എന്ന് പറയുന്നത്, യെസ്, ലക്ക് ആൻഡ് റിസ്ക് എന്ന് പറയുന്നത് സൈക്കോളജി ഓഫ് മണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ലക്ക് ഉണ്ടാവും. നിലവിലെ ചിന്താഗതികളൊക്കെ സാറ് യെസ് മാറ്റിപ്പിടിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഓക്കെ ടൈപ്പ് ചെയ്തു ശരിയാണ്. യൂട്യൂബ് വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ലക്ക് വേണം യെസ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലക്ക് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, മറന്നുപോയി. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, എന്താണ് ഈ ലക്ക്? എന്താണ് ഈ ലക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ലക്ക്? LUCK. വാട്ട് ഈസ് ലക്ക്? ആർക്ക് എത്ര പേർക്ക് അറിയാം ദ ഫുൾ ഫോം ഓഫ് ലക്ക്? ഞാനൊരു 5 തരം ലക്കുകളെ പറ്റി പറയാം. ലക്ക് എന്താണെന്ന് 5 രീതി അല്ലെങ്കിൽ 4 രീതിയിൽ നിങ്ങളോട് പറയാം. ഇതെല്ലാം ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ലക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യം പോയത് എന്താണെന്നറിയോ? ഭാഗ്യം എന്ന് പറയുന്ന ആർക്കും അറിയാത്ത എന്തോ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ചിന്തിക്കുക അല്ലേ. എന്താണ് ഇതെന്ന് ശരിക്കറിയില്ല. നമ്മളൊരു വാക്ക് അറിയാം ഭാഗ്യമാണെന്ന്. ഇതെന്താ ആക്ച്വലി ഇതെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടല്ലേ ഈ നോയും എസ്സും വന്നത് അല്ലേ. ലക്ക് ശരിക്കും ഒന്ന് മനസ്സിലാക്കണം.
ലക്കിന്റെ ഫുൾ ഫോം ഒന്നാമതായി പറയുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും എടുത്തോളൂ. ഇത് അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് എന്തൊക്കെയോ കൊണ്ടുവന്ന് കയറ്റി പിടിക്കരുത്. വാക്കുകൾക്കല്ല അർത്ഥങ്ങളുണ്ട്. നമുക്ക് ലിസണിങ് പവർ വേണം, നല്ല ലിസണിങ് പവർ വേണം. ലിസൺ, ലിസൺ, അണ്ടർസ്റ്റാൻഡ്, ക്രിയേറ്റ്, കീപ്. ഇത് ഫണ്ടമെന്റൽ ഓഫ് മണിയുടെ കോഴ്സ് സൈക്കോളജിയാണ്. റിപ്പീറ്റ് ചെയ്യാം. ലിസൺ, കൃത്യമായി മനസ്സിലാക്കുക. ലിസൺ, കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കുക മാത്രമല്ല, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നാണ് ലിസണിന്റെ അർത്ഥമാക്കുന്നത്. ലിസൺ, അത് മനസ്സിലാക്കൂ. കേട്ടാൽ മാത്രം പോരാ, മനസ്സിലാക്കൂ. അണ്ടർസ്റ്റാൻഡ്. ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ലക്കാണ്, നിങ്ങളുടെ ലക്കാണ് ഞാനിപ്പോൾ ഇവിടുത്തെ തരുന്നത് അല്ലേ. നിങ്ങൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഇനി എന്താ? ക്രിയേറ്റ് ഫ്രം ദാറ്റ്. നിങ്ങൾ ഉണ്ടാക്കണം അതിനകത്ത് നിന്നും. ഈ കേട്ടത് കൊണ്ട് കാര്യമില്ല, കണ്ടത് കൊണ്ട് കാര്യമില്ല. വാട്ട് യു ക്രിയേറ്റ് ഫ്രം ദാറ്റ് അല്ലേ. പിന്നെയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? അതിനെ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഇതിനാണ് നമ്മുടെ സംസ്കാരത്തിൽ പറയുന്നത് ജ്ഞാനിയായി മാറണം എന്ന് പറയുന്നത്. ഈ ജ്ഞാനിയുടെ യഥാർത്ഥ വശമാണ് ലക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ആർ യു സേ ദാറ്റ്സ് അമേസിംഗ്? ഈ വേർഡ് നിങ്ങളെ സംബന്ധിച്ചൊരു അമേസിംഗ് ഓപ്പണിംഗ് ആയിട്ടുണ്ടോ? നിങ്ങളെല്ലാം ലക്കുള്ളവരാണോ ഇപ്പോൾ? ആണെങ്കിൽ യെസ് പറയൂ. അമേസിംഗ് ആണെങ്കിൽ യെസ് പറയൂ. യെസ്, ഇതുള്ളവരല്ലേ നമ്മളെല്ലാവരും? ഉള്ളവരല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്നിരിക്കില്ലല്ലോ, നിങ്ങൾ എന്നെ കേൾക്കില്ലല്ലോ. നിങ്ങൾ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്താ ക്രിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ ആക്റ്റീവ് ആയോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. എല്ലാവരും ക്രിയേറ്റീവ് ആകുന്നുണ്ടോ? പറഞ്ഞതിന് പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ? പ്രോസസ്സ് ചെയ്യണം, അല്ലെങ്കിൽ വിസ്റ്റം ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് കേട്ടു, എന്ത് കണ്ടു എന്നത് വിഷയമല്ല, എന്ത് നിങ്ങൾ മനസ്സിലാക്കി എന്നതാണ് വിഷയം. ഇതാണ് നമുക്ക് ലക്ക് വേണമെന്ന് പറയുന്നത്. എന്നിട്ടോ അതിനെ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകണം. റൈറ്റ് അല്ലേ? ഇതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വേറെ പിന്നെയുണ്ട് ലക്ക്. അത് മാത്രം പോരാ. ലക്ക്, ലവ് അണ്ടർ കൺസിസ്റ്റൻസി ആൻഡ് കർമ്മ. ലവ് അണ്ടർ കൺസിസ്റ്റൻസി ആൻഡ് കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻസി ആയി നിൽക്കുന്നതും നമ്മൾ നമ്മുടെ കർമ്മത്തിൽ നിൽക്കുന്നതും നമ്മൾ സ്നേഹിക്കപ്പെടണം. നമ്മൾക്കത് ഇഷ്ടമായിരിക്കണം. ഇഷ്ടത്തോടു കൂടി നമ്മൾ കൺസിസ്റ്റൻസിയായി നമ്മുടെ കർമ്മയിൽ നിൽക്കണം. കൺസിസ്റ്റൻസി പറയുമ്പോഴാണ് വിഷയം അല്ലേ. ഒരു ദിവസം 5 മണിക്ക് എഴുന്നേക്കും, പിന്നെ ദിവസം 4 മണിക്ക് എഴുന്നേക്കും, പിന്നെ ദിവസം 6 മണിക്ക് എഴുന്നേക്കും. ചില ദിവസം ചായ നേരത്തെ കുടിക്കും, ചില ദിവസം ചായ കുടിക്കില്ല. കുടിച്ചാ കുടിച്ചു, പൈസ വന്നാ വന്നു, കൊടുത്താ കൊടുത്തു അല്ലേ. ഇതെല്ലാമാണോ കൺസിസ്റ്റൻസി എന്ന് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഞാനൊരു ഉദാഹരണം ചോദിക്കാം, നിങ്ങളുടെ അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും രാവിലെ 3 that's it, discipline. So disciplines means what? It's a systematic of work or it's any kind of system built in ourselves. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ചെയ്യും, കാരണം ഒത്തിരി ആൾക്കാർക്ക് എല്ലാ കാര്യക്കും അത്ര ഇൻ്റലക്ച്വൽ ആയിരിക്കണമെന്നില്ല. ഞാൻ എല്ലാ ദിവസവും 3:45 എഴുന്നേക്കുന്നതാണ്, 3:45 എഴുന്നേക്കുന്നത്. ഞായറാഴ്ച ഞാൻ 6 മണിക്കാണ് എഴുന്നേക്കുന്നത്. Is it spoil my consistency or not? അല്ലെങ്കിൽ ഞായറാഴ്ച ഏതെങ്കിലും സമയത്ത് എഴുന്നേക്കും. Is it spoil my consistency or not? Is it spoil my discipline or not? ഇത് മനസ്സിലാക്കണേ, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണേ. ഇങ്ങനെ തോട്ട് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും സാധനത്തിന്. യെസ്, എന്തു 3:45 എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം 6 മണിക്ക് തോന്നുന്ന സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഡിസിപ്ലിൻ ഉണ്ടോ? എന്ത് മനുഷ്യനാണിത്? പിന്നെന്തിനാണ് ഇയാൾ ഡിസിപ്ലിൻ എന്ന് പറയണേ? എല്ലാവരും പറയണു നോ എന്ന് പറയണു. If a person keeps discipline, there is no Sundays. Disciplines.
ഇങ്ങനൊന്നും അല്ല കേട്ടോ. ഡിസിപ്ലിൻ എന്ന് പറയുന്നതോ കൺസിസ്റ്റൻസി എന്ന് പറയുന്നതൊന്നും അല്ല കേട്ടോ. ഇത്ര സമയത്ത് എഴുന്നേൽക്കുക, ഇന്ന വർക്ക് ഇന്ന സമയത്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ വെച്ചിട്ട് വരച്ച കോളത്തിനകത്ത് ജീവിക്കുക, ഇതല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവമേ അല്ല സാർ. നമുക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ട പോലെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്ന അകത്തു നിന്നുള്ള ഉൾപ്രേരണ ഉണ്ടാകുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മളെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ, നമുക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റാത്ത കമ്മിറ്റ്മെന്റിലേക്ക് നമ്മൾ എപ്പോഴാണോ പോകുന്നത്, ദാറ്റ്സ് കോൾഡ് എ സിസ്റ്റം, ദാറ്റ്സ് കോൾഡ് എ ഡിസിപ്ലിൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി. ആവശ്യത്തിന് എഴുന്നേറ്റാ പോരെ, ആവശ്യത്തിന് ചെയ്താൽ പോരെ. ആവശ്യമാണ് നമ്മളെ ഡ്രൈവ് ചെയ്യേണ്ടത്. there must be a motive to do the work. ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും അതിനൊരു മോട്ടീവ് ഉണ്ടാവണം. ആ മോട്ടീവാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ മോട്ടീവ് ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, എഴുന്നേറ്റുകൊണ്ട് യാതൊരു അർത്ഥമില്ല. ആ മോട്ടീവ് എവിടെ നിന്ന് ഉണ്ടാവുക? മറ്റൊരാൾ പറഞ്ഞിട്ട് മോട്ടീവ് ഉണ്ടാവും. എല്ലാ ദിവസവും, ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാനൊരു സിസ്റ്റം ഉണ്ടാക്കിയിരുന്നു. എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സിൽ സ്റ്റുഡൻസിനെ വിളിക്കും, രാവിലെ മിസ് കോൾ അടിക്കും, എഴുന്നേക്കുന്നുണ്ട്. വേറെ വഴിയില്ലാത്തത്. ഡസൻറ്റ് എഫക്ട് എനിത്തിങ്. അവർക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇത് അകത്തുനിന്ന് ഇറങ്ങി വരണം ഈ സാധനം. എനിക്ക് ചെയ്യാനുണ്ട്, എനിക്ക് ഉറങ്ങാൻ സമയം പറ്റില്ല, ഉറങ്ങാൻ സമയമില്ല, അത്രയും എനിക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ട് എന്നുള്ള ബോധം നമ്മളിൽ എപ്പോഴും വരുന്നു. അതാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഉറങ്ങാൻ പറ്റില്ല നമുക്ക്. ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ രാത്രി നിങ്ങളുടെ ഈ ക്ലാസ് കഴിഞ്ഞ് അത് കുറച്ചും കൂടി കൺസൾട്ടൻസി, നമുക്ക് കുറച്ചും കൂടി അപ്പോയിൻമെൻറ്റും കൂടി ഉണ്ടാവും, 1-2 ഉണ്ടാവും. അതും കൂടി കഴിഞ്ഞ് പിന്നെ നാളേക്കുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യണം, ഈ വീഡിയോസിനൊന്ന് ഡെവലപ്പ് ചെയ്യണം. എന്നിട്ട് ഞാൻ 10:30 മണിയാകുമ്പോൾ, ഇവിടുത്തെ സമയം 10:30 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. നിർബന്ധമായി ഉറങ്ങും, ഒരു ഇതുമില്ല. പക്ഷെ ഉറങ്ങുന്ന ഒരു പ്രത്യേക രീതിയിൽ ഉറങ്ങും. 3:45 ടെക്കുന്നുണ്ട് എഴുന്നേക്കും. ആ മണിക്കൂർ കുളിച്ച് റിഫ്രഷ് ചെയ്ത് വന്ന് മെഡിറ്റേഷന് വേണ്ടിയിരിക്കും. ഇത് സിസ്റ്റമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് നിങ്ങൾ മെഡിറ്റേഷൻ ആരും വരുന്നില്ലെങ്കിൽ ഞാനത് നിർത്തും, ഞാൻ കിടന്നുറങ്ങും കുറച്ച് നേരം കൂടി, എനിക്കൊരു കുഴപ്പമില്ല. ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ എഴുന്നേക്കും. കാരണം ദാറ്റ് ഈസ് മൈ മോട്ടീവ്, അല്ലേ? അങ്ങനെ വേണം നമ്മൾ. അതാണ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു അവർ കർമ്മ. നമ്മുടെ കർമ്മവുമായി കണക്ട് ചെയ്യണം ഈ സാധനത്തെ. അപ്പോൾ ലവ് അണ്ടർ കൺസിസ്റ്റൻസി ആൻഡ് കർമ്മ എന്ന് പറയുന്നത് എഴുതി വെച്ചല്ലോ. 2 പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റൈറ്റ്? മതിയോ? ഇത് 2 മതിയല്ലോ അക്കിനെ പറ്റി. ഇനി വേണോ? ദാറ്റ്സ് ഇനഫ്, അല്ലേ? അപ്പോൾ ഇവിടെ ചോദ്യം വരും, എനിക്കെന്തുകൊണ്ടാണ് സാറേ ഇത് ചെയ്യാൻ പറ്റാത്തത്? എനിക്കിത് ആഗ്രഹമുണ്ട്. എൻ്റെ കുറേ സ്റ്റുഡൻസ് ഇങ്ങനെ പറഞ്ഞു, സാറേ ഇത് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ദിവസം ചെയ്തു, പിന്നെ ഒരു ദിവസം 10 മണിക്ക് ഉറങ്ങി, 5 മണിക്ക് എഴുന്നേക്കണുള്ളത് 10 മണിക്ക് ഉറങ്ങി, പിറ്റേ ദിവസം ഉറങ്ങിയ 11 മണിക്കാണ്. ഒന്നും തീരുന്നില്ല, പണി തീരുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വെറുതെ റീൽസ് നോക്കിയിരുന്നു. ഇന്നലെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്, സാറേ ഞാൻ നേരത്തെ ഉറങ്ങാൻ, സാറ് പറഞ്ഞ പോലെ നേരത്തെ ഉറങ്ങാൻ തീരുമാനിച്ചതാണ്, പക്ഷെ ബെഡിൽ പോയപ്പോൾ വെറുതെ മൊബൈൽ എടുത്ത് കുറച്ച് റീൽസ് കണ്ടു, സമയം പോയത് അറിഞ്ഞില്ല, 11:30 മണിക്കാണ് ഇറങ്ങിയത്, പിന്നെ രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? രാവിലെ എഴുന്നേക്കുന്നതിൻ്റെ പർപ്പസ് കണക്റ്റ് ആയിട്ടുണ്ട്, ഒറ്റ കാര്യമുള്ളൂ. അപ്പം അതിന് പോംവഴി എന്താണ് ഇതിന് ചെയ്യുക? ഇതിന് വീണ്ടും പറയുന്നത് അത് തന്നെയാണ്, നമ്മുടെ ഹീൽ ആൻഡ് മാനിഫെസ്റ്റിൻ്റെ പവർ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് അകത്ത് വരും. ഇതിന് പറയുന്ന പേരാണ് ഓട്ടോ സജഷൻ എന്നാണ് ഇതിന് പറയാം. നമ്മൾ ചെയ്യേണ്ടതല്ല, ബോധപൂർവം ചെയ്യാൻ നിന്നാൽ നമുക്ക് ഹെവി ആവും ഈ സാധനം. നമ്മൾ ബോധപൂർവം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭാരം കൂടും. കുറേ ചെയ്യാനുണ്ടല്ലോ, ഞാൻ 4 മണിക്ക് എഴുന്നേറ്റല്ലോ, 3 മണിക്ക് എഴുന്നേറ്റല്ലോ, എനിക്ക് ഉറങ്ങാൻ, ഇങ്ങനെ നമ്മൾ തോട്ട് കൊണ്ടുവരും. നമ്മൾ ബോധപൂർവമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ. പക്ഷെ അതല്ല, ഓട്ടോമാറ്റിക് ആണെങ്കിലോ. ഞാൻ പലപ്പോഴും പറയാണ്, നമുക്ക് ഒരു യാത്ര പോകാനുണ്ട് ഒരു സ്ഥലത്തേക്ക്, എല്ലാ ദിവസവും നമ്മൾ 5 മണിക്ക് എഴുന്നേക്കുന്ന വെച്ചോ, നമുക്കൊരു 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ആ ട്രെയിൻ കിട്ടുള്ളൂ. നമുക്ക് ഉറക്കം വരുമോ? അലാറം വെക്കണോ? അലാറം വെച്ച് ഉറങ്ങേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഓട്ടോമാറ്റിക് എഴുന്നേറ്റ് പോകും. ഓൾമോസ്റ്റ് ആൾക്കാർ, ചില ആൾ പറയും സാറേ ഞാൻ എഴുന്നേക്കില്ല, പിന്നെ അവരോടൊന്നും പറയാനില്ല, സ്വാഭാവികമായ ഒരവസ്ഥയാണ്. അങ്ങനെയില്ല, എല്ലാവരും എഴുന്നേറ്റ് പോകും. ആ പോക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ. അപ്പോൾ ഇത് സംഭവിക്കുന്ന അകത്ത് നിന്നാണ്. ഇതിന് ചില കാര്യങ്ങൾ, ചില ബ്ലോക്കേജുകൾ മാറ്റണം. ആ ബ്ലോക്കേജുകൾ ശരിക്കും എടുത്തിട്ട് പർട്ടിക്കുലറായിട്ട് ആ ബ്ലോക്കേജ് കണ്ടിട്ട് അവിടെ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ചില സ്ഥലത്ത് തട്ടുമ്പോൾ വരും ഈ സാധനം.
സംഭവം അറിയുന്നത് എവിടെയാണ് തട്ടേണ്ടത്. ഞാൻ തട്ടിക്കഴിഞ്ഞാൽ ആ സാധനം ഓപ്പൺ ആയിക്കോളും. പക്ഷെ അതിന് നിങ്ങൾ മനസ്സ് തുറന്ന് നിൽക്കണം, റെഡിയായി നിന്നാൽ പറ്റും. ഹീൽ ആൻഡ് മാനിഫെസ്റ്റിന് രണ്ടാമത്തെ ടൂളും ഇതാണ്. ഇതിലൂടെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, ഇതിലൂടെ മാത്രമേ സാധ്യമാകൂ. ഇതില്ലാത്തവർക്ക് അത് വേണ്ട കേട്ടോ. ഈ ബ്ലോക്കേജ് വരുന്നവർക്ക് മാത്രമേ ഞാൻ ഹീൽ ആൻഡ് മാനിഫെസ്റ്റിൻ്റെ കാര്യം പറയുന്നുള്ളൂ കേട്ടോ. മറ്റവർക്ക് അതിന് ആവശ്യമില്ല. മറ്റവർക്ക് സ്വകാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഇതൊരു കുറച്ച് കണ്ടിന്യൂസ് ഡേയ്സിൽ നമ്മൾ പോകും. അത് വീണ്ടും നിങ്ങളോട് ഞാൻ പറയുന്ന ഇത് ക്ലാസ് വെറുതെ നിങ്ങൾ പറഞ്ഞിട്ട് പുസ്തകം നോക്കി വായിച്ച് പഠിച്ചാൽ ഒന്നും കിട്ടില്ല. ഇത് നിങ്ങളെ ശരിക്കും അറിഞ്ഞിട്ട് എവിടെയാണ് നിങ്ങൾ ടച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. ദിനേശിനെ ടച്ച് ചെയ്യേണ്ട സ്ഥലവും ഞങ്ങൾ പേര് വേറെ സെപ്പറേറ്റ് ആളെ പേര് പറയാൻ പറ്റില്ല, എൻ്റെ തന്നെ പേര് പറയുന്നത് ദിനേശിന്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാണ് പേര് പറയാൻ പറ്റും. ദിനേശിനെ ടച്ച് ചെയ്യേണ്ട എവിടെയാണ് ദിനേശിൻ്റെ ഈ വിഷയം എന്നെ അവിടെ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് എഴുന്നേൽപ്പിക്കണം. എന്നാൽ മാത്രമേ പറ്റൂ. അത്രയും ഹീലിങ്ങിന് അത്ര പവറുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഈ കാര്യത്തെ പറ്റി പറഞ്ഞ് ഇനി നമുക്ക് പണം ഉണ്ടാക്കാൻ മൂന്നാമത് വേണ്ട ഒരു സാധനം. വളരെ ശ്രദ്ധിക്കണം ഈ പോയിന്റ്, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ആദ്യം ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞു, സാറേ എനിക്ക് അടുത്ത വർഷമാകുമ്പോൾ 10 കോടി രൂപ സമ്പാദ്യം ഉണ്ടാക്കണം, 10 കോടി എനിക്കുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പരിപാടി ചെയ്യുന്നു? സാറേ ഞാൻ ചെയ്യുന്നത് ഇന്ന ജോലിയാണ്, ഇത്ര രൂപ ശമ്പളം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെങ്ങനെയാണ് പോസിബിൾ? അല്ല അത് സംഭവിക്കണം സാറേ, മിറാക്കിൾ സംഭവിക്കണം. സംഭവിച്ചാൽ 10 കോടി എനിക്കാവും. അപ്പോൾ പുള്ളി അതിനനുസരിച്ച് വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞു. ഇസ് ഇറ്റ് പോസിബിൾ? എനിബഡി നോ സേ ദാറ്റ് ഇസ് പോസിബിൾ? നോർമൽ കണ്ടീഷൻ ഇസ് പോസിബിൾ? യെസ് ഓർ നോ പറഞ്ഞു നിങ്ങളൊരു ലോജിക്ക് പറഞ്ഞു. സാധാരണ ഒരു 25,000, 30,000, 50,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാളെന്നിരിക്കും ഒരു 6 മാസം കൊണ്ട് 10 കോടി ഉണ്ടാക്കാൻ ഇസ് ഇറ്റ് പോസിബിൾ? അല്ല, ഞാനതിൻ്റെ നോർമൽ കണ്ടീഷനാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാജിക്കിനെ പറ്റി പറയുന്നില്ല കേട്ടോ. ഞാൻ മാജിക്കിനെ പറ്റി എപ്പോഴും പറയാറില്ല. മാജിക് സംതിങ് ഡിഫറെൻ്റ് ആണ്. അല്ല, സോ ഇഫ് യു വാണ്ട് മേക്ക് മണി, പോയിന്റ് ഇങ്ങനെയാണ്, ഇഫ് യു വാണ്ട് മേക്ക് മണി there should be a time for it. സമയമില്ലാതെ നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല. ടൈം ഈസ് an essential material of making money. സമയമെടുക്കും. സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് മണി മേക്കിംഗ്. മേക്ക് ചെയ്താൽ മാത്രം മതിയോ? മണം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അതുപോലെ ജീവിക്കണം അല്ലേ? നമ്മുടെ ക്യാരക്ടർ തോന്നിയ സമയത്ത് എഴുന്നേക്കുക, തോന്നിയ സമയത്ത് പോവുക, ചിലപ്പോൾ കരയും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ സങ്കടപ്പെടും. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന എനിക്ക് നാളെ രാവിലെ വന്നിട്ട് 1 കോടി എൻ്റെ 10 കോടി എന്തെങ്കിലും കിട്ടിയാൽ കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയില്ലല്ലോ. പിന്നെ ഈ പണി കൊണ്ട് എന്താ ഗുണം ചെയ്യുക? അപ്പം അതിൻ്റെ ഒരു ലോജിക്ക് വേണ്ടേ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന് നാളെ 10 കോടി കിട്ടിയാൽ അയാൾ ഫുൾ ഹാപ്പി ആവുന്നു? അങ്ങനെ സംഭവിക്കുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കണേ. ഇപ്പോൾ കഷ്ടത്തിലും സങ്കടത്തിലും നിൽക്കുന്ന ഒരാൾക്ക് നാളെ ഒരു സുപ്രഭാതത്തിൽ 10 കോടി കിട്ടിയാൽ ജീവിതം സന്തോഷമാക്കാൻ പറ്റുമോ? അയാളെ കൊണ്ട് നല്ലത് മനസ്സിലാക്കുക, പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ബയോളജിക്കൽ റിതം ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്, ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, ഒരു വർക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇതൊരു സുപ്രഭാതത്തിൽ ഷിഫ്റ്റ് ആവില്ല. ഇതിന് സ്ലോലി പ്രോസസ് ഉണ്ട്. ഒരു പണക്കാരനാവണമെങ്കിൽ ആ വൈബ്രേഷനിൽ എത്തണം. മണി ജസ്റ്റ് കറൻസിയാണ്. ഇത് കിട്ടിയത് കൊണ്ട് വൈബ്രേഷൻ മാറില്ല. വൈബ്രേഷൻ മാറുന്ന പ്രോസസ് ഉണ്ട്, ടൈം ഉണ്ട് അതിന്. ഇങ്ങനെ മാത്രമേ ലോകത്ത് വർക്ക് ചെയ്യുള്ളൂ ഈ സാധനം. അപ്പൊ ടൈമിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. സമയത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുകൊണ്ടാണ് ഏതൊരാളും പണക്കാരനായവനൊക്കെ സമയമെടുത്തായത്. അപ്പോൾ എത്ര സമയം എടുക്കണം? സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ആ ഒരു ചോദ്യമില്ലേ നിങ്ങൾക്ക്? എത്ര സമയം എടുക്കണം സാറേ എന്ന് ചോദ്യം ഉണ്ടാവില്ലേ? എനിബഡി ഹാവ് ദിസ് ക്വസ്റ്റ്യൻ? യെസ് ഐ ഹാവ് ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് യെസ് പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എത്ര സമയം എടുക്കണം ഒരാൾക്കിട്ട് പണക്കാരനാവാൻ? ക്വസ്റ്റ്യൻ ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ചോദിക്കുക യെസ് ഐ ഹാവ് ക്വസ്റ്റ്യൻ. യെസ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഐ ഹാവ് ദിസ് ക്വസ്റ്റ്യൻ. യെസ്, അതുണ്ടാവണം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ദ ആൻസർ ഈസ് ഇറ്റ്സ് ഫുള്ളി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഇമോഷണൽ കണക്ടിവിറ്റി വിത്ത് ദ മണി.
ഇറ്റ്സ് ഫുള്ളി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇമോഷണൽ കണക്ടിവിറ്റി ഓഫ് യുവർ മണി. നിങ്ങൾ മണിയുമായിട്ട് ഏത് കണക്ടിവിറ്റിയാണ് ഇമോഷണലാണ് നിങ്ങൾക്കുള്ളത്, അതനുസരിച്ച് നിങ്ങൾക്ക് മാറിക്കോളും. നിങ്ങൾ ഇന്ന് ഭയമാണുള്ളത്, നാളെ ഒറ്റ ട്യൂണിങ്ങിൽ നിങ്ങളുടെ ഭയം മാറിയാൽ നിങ്ങൾക്ക് ഒറ്റ പോക്കാ പിന്നെ പിടിച്ച പറ്റില്ല. എത്രയേ ഉള്ളൂ. എത്ര സമയം എടുക്കുന്ന ചോദ്യത്തിൽ ഇത്രയേ ഉള്ളൂ ആൻസർ. നിങ്ങളുടെ വൈബ്രേഷൻ സിസ്റ്റംസ്, വൈബ്രേഷൻ നിങ്ങൾക്ക് കൂട്ടാൻ സാധിച്ചാൽ കഴിഞ്ഞു പരിപാടി. അതെത്ര സമയം എടുക്കുന്നത് എങ്ങനെയാ പറയാ? ആരൊക്കെ പറയാൻ പറ്റുക? അവനവന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവനവന് മാത്രമേ അവനവന്റെ വൈബ്രേഷൻ കൂട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 1 കിലോ വൈബ്രേഷൻ പോയി മേടിച്ചു വന്നിട്ട് പിടിച്ചോ കഴിച്ചോ 4 ടാബ്ലറ്റ്സ്, വൈബ്രേഷൻ ടാബ്ലറ്റ്സ് കൂട്ടാൻ നമുക്ക് അങ്ങനെ പറ്റുമോ? അങ്ങനെയൊന്നും മാജിക്കുകളൊന്നും ആരും പറയല്ലേ. ഇങ്ങനെയൊന്നും ഒരു സംഭവം ലോകത്തില്ല. ഞാൻ മാജിക് എന്താ പറയുക, വീണ്ടും പറയുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾ ചിലപ്പോൾ ഉണ്ടാവും, അതേ നാളേക്ക് നിങ്ങളെ മാറ്റുക, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് നാളേക്ക് വേണമെങ്കിൽ പറ്റും. നിങ്ങൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ, മറ്റൊരാൾക്കും പറ്റില്ല. ഇത് ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷന് കൃത്യമായി. അതുകൊണ്ട് ഞാൻ ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ വരുന്നവരോടൊക്കെ പറയുന്നത്, മിനിമം നിങ്ങളൊരു 3 തൊട്ട് 4 മാസം വരെയൊക്കെ പ്രോസസ്സിൽ കടന്നു പോകണം, ട്രെയിൻ ചെയ്യണം. ചിലപ്പോൾ പെട്ടെന്ന് നടക്കും. ലോട്ടറി അടിച്ച ആളുണ്ട്, അറിയോ? ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ വന്നിട്ട് 4ാമത്തെ ദിവസം ലോട്ടറി അടിച്ച ആളുണ്ട്. ഞാൻ കൊണ്ടുവന്നവരുടെ സാക്ഷി പറഞ്ഞില്ല, വരും, എല്ലാവരും വരും. ആ ക്ലാസ്സിൽ വരുന്നവർക്ക് വന്ന് പറഞ്ഞു തരും അവർ. ഞാൻ പബ്ലിക്കിൽ വരണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. ലോട്ടറി അടിച്ചിട്ടുണ്ട്. എന്നറിയോ? പുള്ളി എപ്പോഴും ഇതിലായിരുന്നു. പക്ഷെ ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ പറഞ്ഞ കാര്യങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് പുള്ളി പ്രാക്ടീസ് ചെയ്തു. നല്ല സൂപ്പറായിട്ട് മാറിയാണ്. ചെറിയ ചെറിയ ലോട്ടറി, വലിയ ലോട്ടറി, ചെറിയ ലോട്ടറി, അയാളെ വിഷയങ്ങൾ ടെസ്റ്റിംഗ് വർക്ക് ചെയ്യും. ഇതിനാണ് മാജിക് അല്ല. ലോട്ടറി ഒരിക്കലും മാജിക് അല്ലല്ലോ അല്ലേ? ലോട്ടറി അടിക്കൽ ഒരിക്കലും മാജിക് അല്ല കേട്ടോ. ഒരു സിസ്റ്റം, കൃത്യം സിസ്റ്റമുള്ള വർക്ക് പരിപാടിയാണല്ലോ. കുറേ ആൾക്കാർ, ലോട്ടറിയുടെ പ്രിൻസിപ്പിൾ എന്താണെന്നറിയോ നിങ്ങൾക്ക്? കുറേ ആൾക്കാർ കൂടിയിട്ട് കുറേ പൈസ സ്വരൂപിക്കുന്നു. ആ പൈസ ഒരാൾക്ക് കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. വീണ്ടും അവരെല്ലാവരും എടുക്കുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട്. ഇത്രയേ ഉള്ളൂ ലോട്ടറിക്ക് വർക്കിംഗ് കേട്ടോ. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ശൂന്യാകാശത്തിന് വരുന്ന സാധനം നല്ലത്. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഷെയർ ചെയ്ത പൈസയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ലോട്ടറി മണി ഈസ് നോട്ട് ബാഡ്. പക്ഷെ അതിൻ്റെ എനർജി നമുക്ക് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ആ എനർജിയിൽ നിൽക്കാത്തത് കൊണ്ട് നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. നല്ല ലെവലിൽ ലോട്ടറി അടിച്ചാൽ പറ്റും. പക്ഷെ പൊതുവെ ആൾക്കാർ ഇൻസ്റ്റന്റ് ആയിട്ട് ബൂസ്റ്റ് ചെയ്ത് വന്ന ആൾക്കാർ അല്ലേ, 2 പെഗ് അടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഉഷാറാണ്. അത് കഴിഞ്ഞാൽ വ്യത്യാസം ഇത്രയാണ് ഈ ഇൻസ്റ്റന്റ് ബൂസ്റ്റിങ്ങിന്റെ ആ വിഷയം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, വൈബ്രേഷൻ 2 ടാബ്ലറ്റ്സ് കഴിച്ചാൽ വൈബ്രേഷൻ കിട്ടുന്ന പോലെ, ഒരു ലഹരി കഴിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഉഷാറ് വരുന്നത് പോലെ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. ഇറ്റ്സ് കോൾഡ് ആസ് മാജിക്. പക്ഷെ അത് കൺസിസ്റ്റൻസി ഇല്ല. കൺസിസ്റ്റൻസിയോട് വന്ന സാധനം അല്ലല്ലോ, അത് ഇറങ്ങിപ്പോവും. ഇത് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവിക്കുകയാണ്. ഈ ലോട്ടറി അടിച്ച ആൾക്കാർക്കൊക്കെ എന്തുകൊണ്ട് അവർ പണക്കാരനാവുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. അവർ അതില്ല. പക്ഷെ ഉള്ളവർക്ക് പറ്റും. അത് വളരെ കുറവായിരിക്കുന്നവരുള്ളൂ. ഉള്ളവർ കുറവായിരിക്കും. കാരണം ഉള്ളവർ ലോട്ടറിയെ പറ്റി ഫോക്കസ് ചെയ്യില്ല. അവർക്ക് നോർമലി തന്നെ കിട്ടും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടിയല്ലോ. ഇനി അല്ലേ, 3 കാര്യം ക്ലിയർ ആയല്ലോ? എവരിബഡി അണ്ടർസ്റ്റാൻഡ് ദിസ്? ക്ലിയർ ആണെങ്കിൽ ഐ എന്ന് എഴുതിക്കോ, ഐ എന്ന് എഴുതിക്കോളൂ. എനിക്ക് ക്ലിയർ ആയി. യെസ്, ഐ എന്ന് പറഞ്ഞോളൂ. ക്ലിയർ ആയി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ബ്ലോക്കേജ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം, എനിക്ക് ഈ ഒരു വിഷയം എനിക്കുണ്ട്, ബ്ലോക്കേജ് ഉണ്ട്, എനിക്കിതിനകത്ത് പുറത്ത് കടക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓഫർ തരാം. ക്ലാസ്സിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ, ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ഓഫറോ പ്രൊമോഷനോ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ചെയ്യുന്നത്. അഡ്മിന്മാർ ആരും ഇല്ല, ഞാൻ തന്നെ എഴുതി വെക്കേണ്ടി വരും അല്ലേ? രാത്രിയാകുമ്പോൾ ആരും. സുധീഷ് സാർ, യു ആർ ഓൾറെഡി ഇൻ, യു ഡോണ്ട് വാണ്ട് ടു ഗോ ഫോർ വൺസ് അഗെയിൻ അല്ലേ? സുധീഷ് സാർ ബാംഗ്ലൂരിലാണല്ലേ? യെസ്, യു ആർ ഓൾറെഡി ഇൻ. നിങ്ങൾക്ക് ഞാൻ നിലവിലുള്ള ഇതിൽ തന്നെ തരാം. യെസ്, എഴുതി വെച്ചോ. ഓക്കെ, ഫൈൻ ഫൈൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഓഫർ തരാമെന്നാണ് പറഞ്ഞത്, ഫ്രീ തരാമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും കരുതരുതേ അല്ലേ? ആർക്കും ഇതിൽ ഫ്രീ വേണ്ടവരുണ്ടോ? സാറേ ഈ ക്ലാസ് എനിക്ക് ഫ്രീ വേണമെന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ അല്ലേ? അങ്ങനെ ആരും ചോദിക്കൂലല്ലോ. ചോദിക്കോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോളൂ. ഗുരുദക്ഷിണയൊന്നും അല്ല പ്രിൻസ് ഇതിനകത്ത്. കാരണം ഇതിനകത്ത് നല്ല പണിയുണ്ട്.
നമ്മുടെ ഓരോ ആളെയും അല്ല ഗുരുദക്ഷിണ എമൗണ്ട് കൂട്ടിയാൽ മതി കേട്ടോ, അല്ലേ? ഗുരുദക്ഷിണയ്ക്ക് ലിമിറ്റ് ഒന്നും ഇല്ലല്ലോ. ഫ്രീ ആണെങ്കിൽ വെരി സോറി സോഫി, പറ്റില്ല. കാരണം ഫ്രീ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണി ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മണി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഫ്രീ കൊണ്ട് മണി ഉണ്ടാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒരു ലോട്ടറി ടിക്കറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രത്യേകമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്നും കൊടുക്കാതെ, ഈവൻ നിങ്ങൾ ലുലു പോയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യാണ്, അല്ലെങ്കിൽ ലുലു പോയാൽ നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ വെറുതെ കിട്ടുമോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഇല്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ലോകത്തെവിടെയും. ലക്ക് കിട്ടണമെങ്കിൽ, ലാഭം അല്ലെങ്കിൽ നമുക്കൊരു ഇത് കിട്ടണമെങ്കിലും നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് അതിൽ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് എത്രയാണോ കിട്ടേണ്ടത് അതിന് തത്തുല്യമായി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. 1 കോടി രൂപ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ചന്ദ്രജാൽജിയൊക്കെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആൾക്കാരാണ്. 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടണമെങ്കിൽ, 10 വർഷം കഴിഞ്ഞ് റിട്ടേൺ കിട്ടണമെങ്കിൽ നിങ്ങൾ മാസം 100 രൂപ വെച്ചാൽ കിട്ടുമോ? അങ്ങനെ ഒരിക്കലും പോസിബിൾ ആവും? ഏതെങ്കിലും ലോകത്ത് നടക്കുമോ അങ്ങനെ സംഭവം? കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വളരെ ഇതുമായിട്ടുള്ള കാര്യമാണ് അല്ലേ? കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിങ്ങനെ സ്ലോലി പെരുത്ത് പോകുന്ന സാധനം. അപ്പൊ നമ്മൾ എത്ര നിക്ഷേപിക്കുന്നു അതിനനുസരിച്ച് ടൈമും കൂടി, നിക്ഷേപം ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട്, അല്ലേ? നോ ശൈല, നോട്ട് ലൈക്ക് ദാറ്റ്. ഏതൊരു വിജയത്തിന്റെ പിന്നിലും പ്രവർത്തനമാണുള്ളത്, കഷ്ടപ്പാടല്ല. ഇറ്റ്സ് നോട്ട് ദ വേർഡ്. ഇവിടെയാണ് വാക്കുകൾ നമ്മളെ വല്ലാണ്ട് പിടിച്ചുലയ്ക്കുന്ന സാധനം. ഏതൊരു വിജയത്തിൻ്റെ പിറകിൽ കഷ്ടപ്പാടില്ല. കഷ്ടപ്പാടുള്ളവും വിജയിക്കുകയില്ല. ഒന്നും കൂടി ഇത് വെച്ച് പറഞ്ഞോളൂ, ഈ പദം മാറ്റിക്കോളൂ. കഷ്ടപ്പാടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുകയില്ല. പകരം പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ ഉദ്ദേശിച്ചതും പറയുന്നതും തമ്മിലുള്ള നമ്മൾ ഈ നോർമലി നമ്മുടെ വാക്കുകളുടെ വിഷയം ഇവിടെയാണ്. കഷ്ടപ്പെട്ടവൻ ആരെങ്കിലും വിജയിച്ചാൽ കണ്ടിട്ടുണ്ടോ? ഒരാളെ കാണിച്ചു തരാൻ പറ്റും? നോ. പ്രവർത്തിച്ചവൻ വിജയിക്കും, അത് ഷുവറാണ്, 100% ഷുവറാണ്. പ്രവർത്തിച്ചവൻ വിജയിക്കുക തന്നെ ചെയ്യും. കഷ്ടപ്പാട് ഈസ് നെഗറ്റീവാണ്, പ്രവർത്തനം പോസിറ്റീവാണ്, അല്ലേ? പ്രവർത്തിക്കുന്ന എപ്പോഴാണ് വിത്ത് കൺസെപ്റ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അത് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യാത്തടത്തോളം റിസൾട്ട് നമുക്ക് കിട്ടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. ഇനി ഒരു ഗിഫ്റ്റും കൂടി വേണമല്ലോ നിങ്ങൾക്ക്? ഒരു ഗിഫ്റ്റും കൂടി പറയാം, അല്ലേ? നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? വേണ്ടേ? ഇന്ന് ഈ കോഴ്സ്, അതായത് ഇന്നോ നാളെയോ കൂടി ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഞാൻ ഒരു കാര്യം ഗിഫ്റ്റ്, എൻ്റെ പ്രത്യേകമായി ഗിഫ്റ്റ് കൊടുക്കുന്നു. എൻ്റെ 2 പുസ്തകങ്ങളാണ് നിലവിലുള്ളത്. അല്ല, 2 അല്ല, 3 ഉണ്ട്. മറ്റൊന്ന് കവിതയാണ്. കവിത ഇപ്പോൾ ഈ പരിപാടിക്ക് കവിത കാര്യമുണ്ടെന്നറിയില്ല. മനസ്സൊരു വിസ്മയവും ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും, ഈ 2 പുസ്തകം ഞാൻ ഈ മാസം 23 30 മുമ്പേ നാട്ടിൽ വരുന്നുണ്ട്. എൻ്റെ കയ്യൊപ്പോടുകൂടി നിങ്ങളുടെ പേരെഴുതി ഈ പുസ്തകം നിങ്ങൾക്ക് ഞാൻ നേരിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ നേരിട്ട് കണ്ടുതരും. ഇല്ലെങ്കിൽ ഞാൻ എഴുതി സ്റ്റാമ്പ് ചെയ്ത് നിങ്ങളുടെ പേരോടുകൂടി നിങ്ങൾക്ക് അയച്ചു തരും. ഈ 2 പുസ്തകം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ര മാറ്റപ്പെടുന്ന പുസ്തകമായിരിക്കുന്നു. എനിക്കുറപ്പുണ്ട്. വായിച്ചവർക്ക് എല്ലാവർക്കും അഭിപ്രായമാണ്. ഇത് ഞാൻ നിങ്ങൾ എപ്പോൾ കോഴ്സിന് നാളെ ചേരുന്നുണ്ട്, നാളെ ചേർന്നു, മറ്റൊന്ന് ചേർന്നു. ഞാൻ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം, ആ കോഴ്സിൽ ചേരാത്തവർക്ക് വന്നവർക്ക് എല്ലാവർക്കും എനിക്ക് പുസ്തകം തരാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ബുക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് മുമ്പേ പേയ്മെൻറ്റ് ചെയ്തവർ ചോദിച്ചേക്കരുത്, അത് അവർക്കില്ല കേട്ടോ. നിങ്ങൾക്ക് സാറേ ഞാൻ ഇന്നലെയല്ലേ പേയ്മെൻറ്റ് ചെയ്തത്, ഇന്ന് തരുമൊന്നും ഇല്ല. അതൊരു ഓഫറാണ് കേട്ടോ. ഓഫർ എല്ലാ സമയത്തും ഉണ്ടാവില്ല. ഇതൊന്ന് ചില ആൾ ഇന്ന് ആലോചിക്കുന്നത്, ചേട്ടാ ഈ സാറ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓഫർ കൊടുത്ത് ഞങ്ങളുടെ കൺഫ്യൂഷൻ ആക്കുമല്ലോ. നിങ്ങൾക്ക് തരേണ്ട സമയത്ത് തന്നിട്ടുണ്ട്, ഇനി മറ്റേ സമയത്താണ്. അതുകൊണ്ട് വേണ്ടവർ പറയുക, കോഴ്സിന് ചേരുക. ഇങ്ങനെ സർപ്രൈസുകൾ എങ്കിൽ മാത്രമേ നമുക്ക് ഒരു രസമുള്ളൂ, സന്തോഷമുള്ളൂ. ഓക്കെ, എവരിബഡി റെഡി? അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നിർത്താം. നിങ്ങൾ അഡ്മിനുമായി ബന്ധപ്പെടുക, കോഴ്സിൻ്റെ കാര്യം സംസാരിക്കുക, നിങ്ങൾ ഡിസ്കൗണ്ട് മേടിക്കുക, മാക്സിമം ഡിസ്കൗണ്ട് മാക്സിമം പൈസ കൊടുക്കരുതെന്ന് വെച്ചാൽ നിങ്ങൾ നെഗോസിയേഷൻ നിർത്തരുത്.
ഞാൻ എൻ്റെ കാര്യമല്ല, എവിടെയും ഹെൽത്തി നെഗോസിയേഷൻ നടത്തണേ. നെഗോസിയേഷൻ ഈസ് എ ഫണ്ടമെന്റൽ ഓഫ് മേക്കിംഗ് മണിയാണ്. അതൊരിക്കലും മറക്കരുത്. മലയാളിക്ക് ഇല്ലാത്ത ഏക സ്വഭാവം, ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഏക സ്വഭാവം നെഗോസിയേഷനില്ല. ആ MRP എന്ന് എഴുതിയാൽ മിനിമം സെല്ലിംഗ് പ്രൈസ് എന്നുള്ള കോൺസെപ്റ്റാണ്. അതല്ല, MRP മാക്സിമം റീറ്റെയിൽ പ്രൈസാണ്. നെഗോഷിയേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള തുക ചോദിക്കുക, എന്നിട്ട് അത് പറ്റുമോ, നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ നോക്കുക, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്തുക, എന്നിട്ട് നിങ്ങൾ ചോദിച്ചു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ എല്ലാവർക്കും ഒരേപോലെ ഈ സാധനം തരും, അല്ലേ? ഇതാണ് എൻ്റെ ഡ്യൂട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പൈസ എന്നൊക്കെ പറയാത്തത്. പക്ഷെ ഒരു പൈസ നമുക്ക് കിട്ടിയാലേ തരുള്ളൂ, അത് കാര്യം. ഓക്കെ, എനിവേ ദാറ്റ്സ് ഓൾ ഇൻ ടുഡേ. എനിത്തിങ് നിങ്ങൾ ചോദിക്കാണെന്ന് ചോദിക്കാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, സമയമുണ്ട്. ആയി.